സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ കേരളത്തിൽ വന്ദേമാതരം ആലപിക്കാത്തത് ഗുരുതരമായ നിയമലംഘനമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞാലംഘനം നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ വന്ദേമാതരം ആലപിച്ചിട്ടും കേരളത്തിൽ അത് ഒഴിവാക്കിയത് സതീശൻ സർക്കാർ ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും കീഴടങ്ങിയതാണെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. പാർലമെന്റ് നിയമനം പാസാക്കിയിട്ടും സംസ്ഥാന സർക്കാർ അത് ലംഘിക്കുകയാണെന്നും വന്ദേമാതരം ആലപിക്കാത്തത് വിഭജന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ ഗുരുതരമായ നിയമ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും വിഷയത്തിൽ ബി.ജെ.പി. സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്തുമെന്നും രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബി.ജെ.പി. ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തും. അതേസമയം AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിനിടെ വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തെയും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. വന്ദേമാതരം ആലപിക്കുന്നത് തടയാൻ മുതിർന്ന നേതാക്കൾ ശ്രമിച്ചുവെന്ന് കോൺഗ്രസിന്റെ കോമാളിത്തരമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. അതേസമയം ബി.ജെ.പിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് നടന്നുവെന്ന ആരോപണങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ പൂർണ്ണമായും നിഷേധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണ കമ്മീഷനെയോ അച്ചടക്ക സമിതിയെയോ നിയോഗിച്ചില്ലെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയിൽ നൽകുന്ന കാരണം കാണിക്കൽ നോട്ടീസുകളും അച്ചടക്ക നടപടികളും ബി.ജെ.പിയുടെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് വസ്തുതകളുമായി ബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. PC ജോർജിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഫണ്ട് തട്ടിപ്പ് വിവാദങ്ങളും രാജീവ് ചന്ദ്രശേഖരൻ തള്ളിക്കളഞ്ഞു. പാർട്ടിയിൽ യാതൊരു സാമ്പത്തിക ക്രമക്കേടുകളും നടന്നിട്ടില്ലെന്നും സംഭവത്തിൽ ആരോടും വിശദീകരണം തേടിയിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. PC ജോർജ് തന്നെ ഫണ്ട് തട്ടിപ്പ് ആരോപണം നിഷേധിച്ചിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാട്ടി. ബി.ജെ.പിയുടെ ആഭ്യന്തര വിഷയങ്ങളെ തെറ്റായ രീതിയിൽ മാധ്യമങ്ങൾ ചിത്രീകരിക്കുകയാണെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചു.